ഹായ് ഹലോ. അതെ, കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടത്. അതെന്താണെന്നറിയാമോ, എനിക്കൊരു പുതിയ ജോബൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ വീട്ടിലും കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളും ഒക്കെ വെക്കേഷൻ മോഡിലല്ലേ. അപ്പം അവർ എൻ്റെ നാട് കൊല്ലമാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ അമ്മയും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 1 ഡേ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പോലെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. അപ്പം കുട്ടികൾ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുന്നത്. ഞാനും അങ്ങനെ എപ്പോഴും പോകാറൊന്നുമില്ല. നമ്മൾ കൊച്ചിയിലാണ് എന്നുണ്ടെങ്കിലും, കാരണം ഇയർലി 1 to 3 ടൈംസൊക്കെ പോകാറുള്ളൂ. പക്ഷെ ആ പോകുന്ന സമയത്തെല്ലാം നമുക്കൊരു പുതിയ എന്തോ ഒരു അനുഭവം നമുക്ക് ആ ഫോർട്ട് കൊച്ചി നമുക്ക് തരും കേട്ടോ. ഇന്നത്തെ എൻ്റെ പുതിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, നല്ല തെളിഞ്ഞ ആകാശം, നല്ല കാലാവസ്ഥ, നല്ല ചൂടൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ മെയിനായിട്ടുള്ളത് നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് വീക്ക് ഡേയ്സ് വെക്കേഷൻ ആണെങ്കിൽ കൂടി വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട്, സാധാരണ ഈ വാക്ക് വേ എന്ന് പറഞ്ഞാൽ ഇടിച്ചും കുത്തിയൊക്കെ ആയിരിക്കും പോകുന്നത്. എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇത് പക്ഷേ ഭയങ്കര പ്ലെയിനായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നടന്ന് ഓടി പതിയെ നടന്നൊക്കെ പോകാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഫോർട്ട് കൊച്ചിക്ക്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടും ഒരു മനസ്സിന് സുഖം ഉണ്ടായി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി വന്നതായതുകൊണ്ട് മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാഴ്ചകൾ കാണാനും കപ്പലൊക്കെ കാണാനും റോജിന് ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്ത്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. കുട്ടികളെല്ലാം ഐസ്ക്രീം കഴിച്ചു. എനിക്ക് പിന്നെ ഐസ്ക്രീമിനോട് വലിയ ക്രേസൊന്നുമില്ല. പിന്നെ എനിക്കത് ഇഷ്ടം കോണാണ്. കോണിനകത്ത് ബട്ടറൊക്കെ പുരട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രസമല്ലേ കഴിക്കാൻ, ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനും റോജിനും അത് കഴിച്ചു. കുട്ടികൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചത് നോടെ പരിപാടി. എല്ലാവരും 4 പേര് 4-5 ഫ്ലേവർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി നല്ല ചോക്ലേറ്റിൽ നോക്കി കഴിക്കുന്നു. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ കഴിച്ച് ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി. പിന്നെ ഒരുപാട് കളിച്ചു കേട്ടോ, ഓടി കളിച്ചു. അത്ര ഒട്ടും തിരക്കില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭയങ്കര കാമായിട്ട് കിടക്കുന്ന ഒരു എന്താ പറയുക കടലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ഫോർട്ട് കൊച്ചി വരുമ്പോൾ ഭയങ്കര കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും, കാരണം ഒത്തിരി തിരക്കല്ലേ. ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത് ചെറിയൊരു മരം, അവിടെ ഇങ്ങനെ റൗണ്ടിലായിട്ട് ഇങ്ങനെ മരമൊക്കെ കെട്ടി വെക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് കുട്ടികളൊക്കെ കയറി. ജോലി ചെരുപ്പിട്ടുണ്ടായിരുന്നു, അവനൊട്ടും കയറാൻ വയ്യ. ചെരുപ്പിൽ അഴിച്ചിടാൻ പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ പുള്ളിക്കാരൻ എല്ലാവരും ഭയങ്കരമായിട്ട് കുട്ടികളെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചേട്ടൻ ഇത് പട്ടം പറത്തുന്നുണ്ടോ, ഒരു പരുന്തിൻ്റെ പട്ടമാണേ. ശരിക്കും ഒരു പരുന്ത് നല്ല രീതിയിൽ പറക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടം പറത്താൻ. ഞാൻ അങ്ങനെ അധികം പട്ടമൊന്നും പറത്തിയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ ഞാൻ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേ പറഞ്ഞു, എനിക്ക് കാണാനേ ഉള്ളൂ, ഞാൻ ഇതിലെ പട്ടമൊന്നും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേണ്ട ചേട്ടാ, നമുക്ക് ഫ്ലാറ്റ് അല്ലേ, അപ്പോൾ അവിടെ സ്പേസ് ഒന്നുമില്ല, എന്നാൽ പറത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടാ എനിക്ക് വാങ്ങുന്നില്ല. ഞാൻ കുഴപ്പമില്ല, പറത്തിക്ക്. ഞാൻ കുറച്ച് നേരം പറത്തി. പിന്നെ കുട്ടിയോട് ഇതാ ഇങ്ങനെ പറത്തിയിട്ടുണ്ട്, അത് കുട്ടികൾക്കും കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ പുള്ളിയുടെ അങ്ങനെ നമ്മളങ്ങനെ മോശമല്ലേ, ഒരാൾ തന്നതല്ലേ. എന്നാലും ഞാൻ ആ പട്ടം വാങ്ങി കേട്ടോ. വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു. അവർ നാട്ടിലേക്ക് പോകുമ്പോൾ പോയി പറത്തിക്കോളാൻ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും അവിടെ പാർക്ക്, കുട്ടികളുടെ ആ ഫോട്ടോ വെച്ച് തന്നെ പാർക്ക് ഉണ്ടല്ലോ, അത് റിനോവേറ്റ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. കുറേ നല്ല സ്ലൈഡ്സൊക്കെ ഉണ്ടായിരുന്നു, സീസോസും സ്ലൈഡും അങ്ങനെയൊക്കെ. അപ്പം മാക്സിമം കുട്ടികൾ പിന്നെ അതിനകത്ത് കയറി യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. എല്ലാവരും കിടന്ന് കുഴഞ്ഞിട്ടുണ്ട്, കളിച്ച്. കാരണം പിടിച്ചിട്ട് കിട്ടണില്ല. നോക്കുട്ടനാണെങ്കിൽ എല്ലാവരും വലിഞ്ഞു പിടിച്ച് കയറി കളിക്കുന്നു. ഞാൻ ഇവളുടെ അടുത്തായിരുന്നു, കാരണം ഇവൾ നിമിഷ നേരം കൊണ്ടാണ് ഓടി അവിടെയൊക്കെ പോകുന്നത്. മറ്റൊരു വലിയ കുട്ടികളായതുകൊണ്ട് വിളിച്ചാൽ കിട്ടും. എന്നാലും 4 വഴിക്കായിരുന്നു. ഞാൻ ഒരാളെ നോക്കുമ്പോൾ ഒരാളെ കാണത്തില്ല. എല്ലാം അവിടെ കിടന്ന് അമ്മയും ഞാനും പെട്ടുപോയി. അത് റോജിനെ പാർക്ക് ചെയ്യാനും പറഞ്ഞിട്ട് പുള്ളി രക്ഷപ്പെട്ടു. ഞങ്ങൾ 2 പേരും കൂടി ഈ 4 പുറകെയായിരുന്നു. നോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ കുട്ടികളെ നോക്കിയിട്ട് അവന്മാരൊക്കെ ഈ സമയത്തൊക്കെ ഞാൻ അവന്മാരെ നോക്കുന്നുണ്ട്, അവന്മാരെ ഒന്നും കാണുന്നില്ല. കുറേ തപ്പി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അവിടെ പോയി കിടന്ന് കളിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നത്. എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരി വന്നത്. കാരണം അവർക്ക് വേണ്ടി വന്ന ഒരു ട്രിപ്പാണ്. മാക്സിമം അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ കളിഞ്ഞു. അവൻ ചാടി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സന്തോഷമായിരുന്നു, അവർക്ക് വേണ്ടി വന്നതല്ലേ. അപ്പോൾ അവർ മാക്സിമം തകർത്തിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വലിച്ചു പിടിച്ച് ഞാൻ കാറിനകത്ത് കൊണ്ടുപോയിട്ട് ദേ അവിടെ കൊണ്ടിരുത്തി മാത്രമല്ല കളിച്ച് ക്ഷീണം കൊണ്ട് നോക്കട്ടെ അപ്പോഴും ഉറങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും തളർന്നു. അവർ മാക്സിമത്തിൽ അവർ കളിച്ചിട്ടുണ്ട്. അത് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. എല്ലാ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടാണ് വണ്ടി ഇരിക്കുന്നത് തന്നെ. കാരണം അമ്മാതിരി കിടന്ന് ഓട്ടമായിരുന്നു ആ പാർക്കിൽ കിടന്ന്. പിന്നെ അപ്പോഴത്തേക്കിനും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെയായി. പിന്നെ നമ്മൾ MG റോഡിലെ മലയാള റെസ്റ്റോറൻറ്റ്, ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ അടിപൊളി ഫുഡ് കഴിച്ചു. സൂപ്പ് കഴിച്ചു. സൂപ്പിൻ്റെ ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. പിന്നെ നോക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്ക് പ്രത്യേകമായിട്ടൊരു ചെയർ കിട്ടി, ഒരു ബേബി ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവൾ അതിൽ ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ അവൾ സൂപ്പൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നൂഡിൽസ്, പോക്ക്, ചിക്കന്, അങ്ങനെ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തു. എല്ലാവർക്കും എല്ലാം കഴിച്ചു. കാരണം ഫുഡ് എടുക്കാനുള്ളത്, വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല. കാരണം വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ ദിവസം നമുക്ക് സൂപ്പറായിരുന്നു. കുട്ടികളും നമ്മളും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഒന്ന് ഫ്രഷായി കിടന്നത് മാത്രം അറിയാം ഗായ്സ്. ഞാൻ പറയും. ഓക്കെ, താങ്ക് യു.